നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നാളെ ഞായറാഴ്ചയാണ്. പൗർണമി കഴിഞ്ഞിട്ടൊരു ആദ്യത്തെ ഞായറാഴ്ചയാണ്. എല്ലാവരും വീട്ടിൽ പൊങ്കാല ഇടണം, മറക്കരുത്. ഈ വളരെ പവർഫുള്ളായിട്ടുള്ള പൊങ്കാലയെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ ഒന്നുകൂടെ ഞാൻ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞു തരാം. അതുമാത്രമല്ല, നമുക്ക് ജാതകത്തിലുണ്ടാകുന്ന 1-2 ദോഷങ്ങളുണ്ട്, ശരിദോഷം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ മാറ്റാം, അങ്ങനെ ഒരു കണ്ട് ഈശ്വരാധീനം അല്ലെങ്കിൽ ദൈവീ കോപം നമുക്കുണ്ടാവാതിരിക്കുവാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ 2-3 കാര്യത്തിനെ കുറിച്ചുള്ള ടിപ്സാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. ഇന്ന് ശനിയാഴ്ചയാണ്. സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ വെച്ചിട്ട് കുബേര പൂജ ആരംഭിക്കുവാൻ പോവാണ്. ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കുബേര പൂജ ആരംഭിക്കും. അതാണ് ഞാൻ ഈ വേഷത്തിലിരിക്കാനുള്ള മെയിൻ കാരണം. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാരണം 2-3 ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, യാത്രയിലൊക്കെ ആയിരുന്നു. മാത്രമല്ല, ഞാൻ നാളെ ഇവിടുന്ന് ഞാൻ കണ്ണൂർ വരെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ ഭാഗത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ വടകരയാണ് സ്റ്റേ ചെയ്യുന്നത്. ആരെങ്കിലും അവിടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെ 2024 സെപ്റ്റംബർ മാസം 22-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കന്നിമാസം 6-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:14 സൂര്യോദയം, വൈകുന്നേരം 6:14 സൂര്യാസ്തമയമാണ്. രാഹുകാലം 4:44 6:14 മധ്യയാണ്. അപ്പോൾ ഈ രാഹുകാല സമയത്ത് രാഹുദോഷ പരിഹാരമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് രാഹുകാല സമയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്നത് 4:44 6:14 മധ്യേ നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും. നാരങ്ങ വിളക്ക് കത്തിക്കുക. നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ 1, 3, 5, 7, 9 എന്നീ സംഖ്യ, ഒറ്റ സംഖ്യയിലാണ് കത്തിക്കേണ്ടത്. ആർക്കെങ്കിലും നിങ്ങളുടെ ജാതകവശാൽ രാഹുദോഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് നിൽക്കുന്ന ആ രാഹുദോഷമുള്ള വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആ നാരങ്ങ വിളക്ക് ഒഴിഞ്ഞതിന് ശേഷം ഉമ്മർത്ത് വയ്ക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ അതും രാഹുദോഷ പരിഹാര രാഹുകാലത്ത് ചെയ്യാൻ പറ്റുന്ന തിങ്കളാഴ്ചയും രാഹുകാലം രാവിലെയാണ്. ക്ഷേത്രം നട തുറന്നിരിക്കുന്ന 2 സമയത്ത് മാത്രമേ രാഹുകാലം കിട്ടുന്നുള്ളൂ. ഒന്ന് ഞായറാഴ്ചയും മറ്റു തിങ്കളാഴ്ചയും. അപ്പോൾ തിങ്കളാഴ്ചയും ഞായറാഴ്ചയൊക്കെ നമുക്ക് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇന്ന് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ചാലും രാഹുദോഷ പരിഹാരം കുറേയൊക്കെ നമുക്ക് ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരികെടുത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത് പോലെ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. നാളത്തെ അഭിജിത്ത് മുഹൂർത്തം 11:50-നും 12:12-നും മധ്യയാണ്. മുഹൂർത്തം 12:16-നും 12:38-നും മധ്യയാണ്. ഗുളികൻ ഉദയം 3:14-നും 4:44-നും മധ്യയാണ്. യമകണ്ഠ സമയം 12:14-നും 1:44-നും മധ്യയാണ്. അപ്പോൾ ഇത് ദിവസത്തെക്കുറിച്ചൊന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ്, ദിവസമാണ്. നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. കാർത്തിക പ്രത്യേകിച്ച് കിരീടധാരണം, ഗ്രഹസംബന്ധമായിട്ടുള്ള കീർത്തി നേടുവാനും അതേപോലെ തന്നെ വിവാഹത്തിനും അതേപോലെ വാസ്തുകർമ്മങ്ങൾക്കും എല്ലാത്തിനും നല്ല ഒരു ഇതാണ്, നല്ലൊരു ദിവസം കൂടിയാണ് ഞായറാഴ്ചത്തെ ദിവസം. നമുക്ക് എന്തെങ്കിലും വീട് മാറുവാനോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആ ദിവസം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. വളരെ നല്ലൊരു ദിവസമാണ്. നമുക്ക് ആ ദിവസത്തെ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുഭജ ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷമാണ് ഉള്ളത്. അപ്പോൾ അത് ഒന്ന്, ഈ പിണ്ടനൂർ ദോഷം എന്നൊക്കെ പറയുന്നത് നമുക്ക് പിറക്കം തലമുറയിലൊക്കെ ബാധിക്കുന്ന ഒരു ദോഷമാണ് പിണ്ടനൂർ ദോഷം. അത് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കും. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പ് ഞാൻ ആ ടിപ്സിലോട്ടൊന്ന് കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ നമ്മുടെ ദൈവീ കോപം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരാധീനം നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരാധീനം നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പമൊരു വഴി, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈശ്വരൻ നമ്മുടെ ശരീരത്തിലാണ്, നമ്മുടെ മനസ്സിലാണല്ലോ, നമ്മുടെ ഉള്ളിലാണല്ലോ. അപ്പോൾ എളുപ്പമായിട്ടുള്ളൊരു വഴിയുണ്ട്. ഈശ്വരാധീനം നമുക്ക് കിട്ടുവാൻ നല്ലൊരു വഴി, സാത്വിക മാർഗത്തിലൂടെ ഒരു വഴിയാണ്. വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ
ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ ചുമന്ന മുളക് ചേർക്കാതിരിക്കുക. ബുദ്ധിമുട്ടാവുമല്ലേ? നമ്മൾക്ക് എരിയും പുളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചുമന്ന മുളക് ചേർക്കാതിരിക്കെ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ശ്രദ്ധിക്കും. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് എരിയൊന്നും ചേർക്കേണ്ട എന്നല്ല പറഞ്ഞത്. കുരുമുളക് ചേർക്കാം. ചുമന്ന മുളക്, വറ്റൽമുളക് എന്നൊക്കെ നമ്മൾ പറയും, ആ വറ്റൽമുളക് ചേർക്കാതെ ഉള്ള ഭക്ഷണം ഈ പറയുന്ന ചൊവ്വാഴ്ചയും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും കഴിക്കാൻ ശ്രമിച്ചു നോക്കും. കുറച്ച് ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യും. ഇത് ഒന്നാമത്തെ ടിപ്സാണ്. അടുത്തത് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 സെപ്റ്റംബർ മാസം 23-ാം തീയതി കൊല്ലവർഷം 1200 ആണ്ട് കന്നി 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:14 വൈകുന്നേരം 6:13 സൂര്യാസ്തമയമാണ്. രാഘോലം 7:43 9:12 മധ്യേന. ഞാൻ നേരത്തെ പറഞ്ഞു രാഘോല സമയം ഉള്ള ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്ന 2 സമയങ്ങൾ അതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അഭിജിത്ത് മുഹൂർത്തം 11:49 12:11 മധ്യാഹ്നം. മുഹൂർത്തം 12:15 12:37 മധ്യാഹ്നം. യമകണ്ഠ സമയം 10:41 12:10 മധ്യാഹ്നം. ഗുളികനുദയം 1:39 3:08 മധ്യാഹ്നം. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. രോഹിണി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യാപാരക്കാരും പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. വിവാഹത്തിനും അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ്. വാഹനങ്ങൾ വാങ്ങുവാനും അതേപോലെ തന്നെ വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ദിവസമാണ്. യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ വളരെ നല്ല ഒരു ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം നമുക്ക് എന്തെങ്കിലും മർത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടദോഷ ദോഷം, അസുഭജ ദോഷം, കരിനാൾ ദോഷം, പെരുദോഷ ദോഷം, ആക്കുന്നാൾ ദോഷം എന്നിവർ പ്രത്യേകിച്ച് ഒരു ദോഷവും തിങ്കളാഴ്ച ഇല്ല. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും വളരെ നല്ല 2 ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും മർത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ആ മരണാനന്ത 16 വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കർമ്മം ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലാതെ ഈ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിറക്കും തലമുറകൾ അത് ബാധിക്കും. ഒത്തിരി ഇടത്ത് സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളിലും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ അബോഷനായി പോകാൻ അബോഷനാക്കി കളയുക ഇതൊക്കെ ചെയ്യുന്ന ദമ്പതിമാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കുട്ടികൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു കുഞ്ഞ് ജനിച്ചു, അടുത്തത് പെട്ടെന്നാവുന്നതിന് സമയം എന്ത് ചെയ്യും? ഇപ്പം വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞൊരു ഉപേക്ഷിക്കും, കളയും. പക്ഷേ അടുത്ത കുഞ്ഞ് ജനിക്കുമ്പോഴും ഈ 2 കുഞ്ഞുങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ആർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഏതെങ്കിലും ഒരു കുഞ്ഞിന് അനുഭവമാണ്. ഒരു വീട്ടിനകത്തൊരു സ്വസ്ഥത കുറവ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുട്ടികളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ നമുക്ക് വളരെ ഫീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകണം. ഇത് പഴക്കം ചെല്ലുന്തോറും പരിഹാരം ചെയ്യാൻ പറ്റും, അതിന് സാമ്പത്തിക ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം അത്രയും പവർഫുള്ളാണ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ എഫക്റ്റ്. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കണ്ട് കേട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും നന്നായിരിക്കും. ഈശ്വരൻ തന്ന നിധിയാണ്, ഈശ്വരൻ തരുന്ന നിധിയാണ് കുഞ്ഞുങ്ങൾ. ഒരിക്കലും കളയരുത്. അത് വളർത്തുക. നിങ്ങൾക്കത് വളർത്തുവാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് വളർത്തുവാൻ കഴിയും എന്ന് പറഞ്ഞാണ് ഈശ്വരൻ തരുന്നത്. അതിനെ വളർത്തിക്കോളൂ. അല്ലാതെ അതിനെ ഉപേക്ഷിക്കുകയോ ഭ്രൂണഹത്യ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ പാവമാണ്. പിറക്കും തലമുറകൾ അത് ബുദ്ധിമുട്ടിപ്പിക്കും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് നേരത്തെ രണ്ടാമത്തെ ടിപ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ശനിയല്ല, മിക്കവാറും ശനിയാഴ്ച ദിവസത്തേക്കുള്ളൊക്കെ ഈ നമ്മുടെ ജീവിതത്തിൽ പലതും ബാധിക്കുന്നത് ശനി ദോഷത്തിനെ കുറിച്ചാണ്. ശനി ഉള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ശനിദോഷ പരിഹാര കാലത്ത് നമ്മൾ എന്ത് നേടിയാലും അത് ജീവിതകാലം മുഴുക്കെ നിലനിൽക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ശനി ആണ് ഈ ശനിദോഷത്തിൻ്റെ കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടുവാൻ അടുത്തൊരു ടിപ്സാണ്. ശനിയാഴ്ച ദിവസം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരു കാരണവശാലും ഉപ്പ് ചേർക്കരുത്. ബുദ്ധിമുട്ടാണല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതിനൊരു എളുപ്പവഴിയുണ്ട്. രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ അവില് നനച്ച് കഴിക്കുക. ഒരു ദിവസത്തേക്കല്ലേ, ആ ഒരു ദിവസത്തേക്ക് നമുക്ക് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. രാവിലെ അവില് നനച്ച് കഴിക്കുക, ഉച്ചയ്ക്കും അങ്ങനെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപ്പിടാത്ത എന്തെങ്കിലും കഴിക്കുക. വൈകുന്നേരം നല്ല ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാലേ ഉപ്പിടാതെയുള്ള ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
അതായത് സൂര്യ ഉദയം മുതൽ അസ്തമയം വരെ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് ഉപ്പിട്ടുള്ള ആഹാരം നിങ്ങൾ കഴിക്കാതിരുന്ന് നോക്കൂ. ഒരു 7 ദിവസം ട്രൈ ചെയ്ത് നോക്കും. 7 ദിവസം നിങ്ങൾ ട്രൈ ചെയ്താൽ അത്രയും പവർഫുള്ളാണ്. കാരണം ശനിയാഴ്ചത്തെ ദിവസം നല്ല ചൂടാണ്, അതാണ് ഞാനിത് വേർക്കുന്നത്, മുള്ളു ഷീറ്റ് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ ശനിയാഴ്ച ദിവസം നമ്മൾ മൗനവ്രതക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വായിലൊരു കറുത്ത തുണിയൊക്കെ കെട്ടിയിട്ട് ആരെ നോക്കണ്ട, മിണ്ടാതെ എവിടെയെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനർജി ലെവൽ ഹൈലി പവർഫുള്ളാകും. പല പല സിദ്ധന്മാരും യോഗികളും അവധൂതന്മാരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് മൗനവ്രതം. മൗനം, മിണ്ടാതിരിക്കുക, എല്ലാം ഒന്നും മിണ്ടാതിരുന്ന് ധ്യാനിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് പലതും കണ്ടുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ എഴുതി കൊടുക്കുക, അന്നത്തെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യണേ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക. മൗനവ്രതം ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും പവറാണ്, അത്രത്തോളം എനർജറ്റിക്കാണ്. ശനിയാഴ്ച ദിവസം ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ 2 ടിപ്സ് ഞാനിത് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്, രാവിലെ 3:45 എണീച്ചിട്ട് നിങ്ങൾ പൊങ്കാല ഇടണം. പൊങ്കാല ഇടുമ്പോൾ അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഇത് 3 മാത്രമേ ചേർക്കാൻ, ഈ 5 ചേർക്കാൻ പാടുള്ളൂ. അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഈ 5 ഐറ്റം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പുതിയ കലത്തിൽ വേണം പൊങ്കാല ഇടുവാൻ. ആ കലത്തിൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പ്രാവശ്യം അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പുതിയ അടുപ്പ് എന്ന് പറയുമ്പോൾ 3 ഇഷ്ടിക വാങ്ങിച്ച് വെച്ചേക്കുക. പൊങ്കാല ഇടാൻ മാത്രം നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, അത് രാവിലെ ഒരു 3:45 സ്റ്റാർട്ട് ചെയ്യണം. ഒരു വിളക്ക് എത്തിച്ച് വയ്ക്കുക, ഒരു ഗണപതി പടുക്കയിട്ട് അയക്കുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഗണപതിയുടെ സങ്കല്പം വെച്ച് കഴിഞ്ഞാൽ മതി. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഒരു 7 പൊങ്കാല ഇടുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക. 7 പൊങ്കാല ഇടുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അത്രയും പവർഫുള്ളാണ്. പൊങ്കാലയെക്കുറിച്ച് ഒത്തിരി വീഡിയോ ഞാൻ പഴയതിട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കിയോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.